ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റൂബിക് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ സിമ്പിളാണ്. ഈ റൂബിക് ക്യൂബ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ 3 ഘട്ടമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, അതായത് 2 റോ, ഇത് തേർഡ് റോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റോ വന്നിട്ട് നമുക്ക് എല്ലാം ഒരു കളറാക്കുക. ഇവിടെയും ഈ സൈഡ് എല്ലാം ഒറ്റ കളർ കൊണ്ടുവരിക. അതിന് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന കളർ ഏതെന്ന് വെച്ചാൽ ശരി, ഓക്കെ, ബ്ലൂ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സൈഡ് നോക്കുക. ഇപ്പോൾ ഇവിടെയും റെഡ് ഇരിക്കുന്നു, ഇവിടെയും ബ്ലൂ ഇരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്രോസാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റെഡ് കൊണ്ടുവന്നു, ബ്ലൂവും കൊണ്ടുവന്നു. ഈ സൈഡ് ഓക്കെ. ഇനി ഇവിടെ ക്രോസ് വേറെയാണ് ഇരിക്കുന്നത്. ഈ മേലെ ബ്ലൂവും താഴെ യെല്ലോയും വരണം. അപ്പോൾ ആ കോയിൻ എവിടെ ഇരിക്കണം, അതായത് ആ കളർ പീസ് എവിടെ ഇരിക്കണമെന്ന് നോക്കണം. ക്യൂബ്, ആ കളർ ക്യൂബ് ഇപ്പം എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ഈ സൈഡിലിരിക്കും. അപ്പോൾ നമുക്ക് ഈ റെഡ് ഇവിടെ ഇരിക്കും. ഇതിനെ ഓപ്പോസിറ്റിൽ കൊണ്ടുപോകണം. സോ അണ്ടർഗ്രൗണ്ടായി, അടിയിലായി. അതിനങ്ങനെ റൊട്ടേറ്റ് അടിക്കാം. ഇനി റൊട്ടേറ്റ് അടിച്ചതിന് ഇപ്പോൾ അടിയിൽ വന്നതിന് അതിനെ 360 റൊട്ടേറ്റ് ചെയ്യപ്പം ഇപ്പം ഈ സൈഡ് ഓക്കെ ആയി, ഈ സൈഡ് ഓക്കെ ആയി. ഇനി അടുത്ത് ഇവിടെ വൈറ്റ് കൊണ്ടുവരണം. ഇവിടെ വൈറ്റ് വരണം. അപ്പം വൈറ്റ് ആൻഡ് ബ്ലൂ എവിടെ ഇരിക്കണം നോക്കാം. ഇതായിരിക്കണം. നമുക്ക് സിമ്പിളാണ്. ഇതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഓക്കെ, ഇത് ഓക്കെ, ഇവിടെയും ഓക്കെ. അടുത്ത് ഇവിടെ ഓറഞ്ചും ബ്ലൂവും വരണം. ഈ ഓറഞ്ച് ബ്ലൂ ഇവിടെ ഇരിക്കുന്നത് നോക്കാം. സെൻറ്റർ പീസാണ് നോക്കേണ്ടത്, അതായത് സെൻറ്റർ ക്യൂബാണ് നോക്കേണ്ടത്. ഇതായിരിക്കണം ഓറഞ്ച് ബ്ലൂ. അത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ വരണം, ഇത് മേലെ വരണം. അപ്പോൾ ഇതിനെ ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്തെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ ഒരു സ്ലൈഡ് ലെഫ്റ്റ് അടിക്കുക, അടുത്ത് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്യണ്ട, ലെഫ്റ്റ് അടിച്ചതിന് ഇതിനെ ഓപ്പോസിറ്റ് സൈഡ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയും ഈ ഫോമിന്. അപ്പം 1 2 3 കറക്റ്റാக തന്നെ ഇരിക്കുന്നു. ഈ ബ്ലൂ വന്നിട്ട് നമുക്ക് മേലെ പോകാം. ഇതിൻ്റെ അടുത്ത് ഇതിനെ ഡൗൺ ചെയ്യുക, ഒന്ന് അപ്പ് ചെയ്യുക, അടുത്തൊരു അപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഇത് 3 തന്നെ ചേർന്നിരിക്കും, ഇത് ചേരൂല. ഓക്കെ, നമുക്കതിനെ ശരിയാക്കാം. ഒരിക്കൽ ഡൗൺ അടിച്ച് ഇങ്ങനെ ഡൗൺ പോയി, അടുത്തും ഡൗൺ അടിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ അടിച്ചിട്ട് ഡൗൺ അടിച്ച് ഇപ്പോൾ അടിയിലായി. ആ കോയിൻ കറക്റ്റാണ് വന്നു. ഇനി ഇത് തിരിഞ്ഞിരിക്കണം, കണ്ടോ? വൈറ്റ് ഇവിടെ തിരിഞ്ഞു. വൈറ്റിനെ നേരത്തെ ഇരുന്ന പോലെ ആക്കുക. ഈ കോയിനെ അങ്ങനെ റൊട്ടേറ്റ് അടിച്ചാൽ മതി. ഈ സൈഡ് ഓക്കെ. അപ്പോൾ 4 സൈഡും സെൻറ്ററും ഒക്കെ ആയി. ഇനി അടുത്തൊരു ചെറിയ എളുപ്പം. എനിക്ക് വന്നിട്ട് ആർഡർ പടി ആദ്യമേ വന്നു. ചിലവർക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഹൈഡ് ആൻഡ് സീക്ക് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഹൈഡ് ആൻഡ് സീക്ക് ഫോർമുലയ്ക്ക് നമ്മൾ ഈ മേലെയുള്ള ഇത് നോക്കരുത്. സൈഡിൽ ഇത് മേലെ ഉള്ളതെന്ന് വെച്ചാൽ ബ്ലൂ ആണ്. ഇത് വന്ന് ഈ സൈഡ് വൈറ്റാണ്, വൈറ്റ് പകരം ഇത് യെല്ലോ ഇരിക്കുന്നതുകൊണ്ട് ഈ കോയിൻ, അതായത് ഈ ക്യൂബ് ഇവിടെ ഉള്ള ക്യൂബല്ല. ഒന്ന് നീക്കുക. ഇത് ഇവിടെയും ഉള്ളതല്ല, കാരണം ഇവിടെ റെഡാണ് ഇരിക്കുന്നത്. അടുത്ത് കുറച്ച് തിരിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇതാണ്. അപ്പം ഈ കോയിന് ഇവിടെ വരണം. അതിന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ഫോർമുല യൂസ് ചെയ്യും. ഏത് നമുക്ക് മേലെ വരണോ അതിൻ്റെ നേരെ വെച്ചിട്ട് അതിനെ ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്തിട്ട് വരാണ്ട വഴി ഇവിടെയല്ലേ വരണം. അപ്പം ഇതിനെ ഡൗൺ ചെയ്യണം. ചെയ്തിട്ട് നേരത്തെ ഇരുന്ന് ആ ഹൈഡ് ചെയ്തതിനെ അൺഹൈഡ് ചെയ്യണം. എന്നിട്ട് നേരത്തെ ഇരുന്ന പോലെ പൊസിഷൻ കൊണ്ടുവരണം. ഈ സെൻറ്റർ പൊസിഷൻ കൊണ്ടുവരുമ്പോൾ ഈ കോയിൻസ് ഇപ്പോൾ കറക്റ്റായി, കണ്ടോ? അപ്പോൾ നമുക്ക് ഈ സൈഡും കറക്റ്റായി. ഇനി ഈ ഒറ്റ സൈഡുണ്ട്, ഈ സൈഡ് ഏകദേശം കറക്റ്റാണ്. ചിലവർക്ക് വരാത്തവർ ഹൈഡ് ആൻഡ് സീക്ക് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ വരേണ്ട കോയിൻ ഏതെന്ന് നമ്മൾ തേടുക. ബ്ലൂ കളർ ഇതായിരിക്കും.
ഇതിനങ്ങനെ റൊട്ടേറ്റ് അടിച്ച് ബ്ലൂ അടിയിൽ തന്നെ ഇരിക്കണം. അതിനെ ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. കാരണം ബ്ലൂ ഏതെങ്കിലും സൈഡിൽ വന്നാലേ നമുക്ക് മേലെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അടി ഇരിക്കണ നമുക്ക് മേലെ കയറ്റുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ അടിയിലിരിക്കുന്ന ബ്ലൂവിന് നമ്മൾ മേലെ കയറ്റുമ്പോൾ എന്ത് സംഭവം നടക്കുമെന്ന് വെച്ചാൽ അത് സൈഡ് മാറി വരും. കണ്ടോ, ഇത് ഈ സൈഡ് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ അടിയിരിക്കുന്നതിനെ ഫസ്റ്റ് സൈഡിൽ കൊണ്ടുപോകണം. ഇതിനെ ഈ സൈഡിൽ കൊണ്ടുപോകണം. അതിനൊരു എളുപ്പ ഐഡിയ, ഇതിനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് ഒരിക്കൽ ഡൗൺ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കണം. ഇതിനെ ഒന്ന് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇതിനെ ഒരിക്കൽ ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഈ സൈഡിൽ വന്നു. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സൈഡിൽ വന്നതിനെ ഒരു തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ തിരിക്കുകയല്ലോ. ഇനി ഇതിനെ നേരത്തെ ഇരുന്ന പോലെ മാറ്റുക. അടുത്ത് ഇതിനെ നേരത്തെ ഇരുന്ന പോലെ മാറ്റിയാൽ നമുക്ക് പിന്നെയും ബ്ലൂ ആ സൈഡ് വരും. അതുകൊണ്ട് ഈ ബ്ലൂവിനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് നേരത്തെ ഇരുന്ന പോലെ വച്ചിട്ട് ഇനി ഈ ബ്ലൂ ഇങ്ങോട്ട് തിരിക്കുക. ഇപ്പോൾ കറക്റ്റായല്ലോ. ഇത് ഇവിടെ വരണം. ഇതിനെ അടുത്ത് ഹൈഡ് ചെയ്യുക. ഹൈഡ് എവിടെ വരണം അതിനെ തിരിക്കുക. അടുത്ത് മേലെ തിരിക്കുക. ഓക്കെ, ഫസ്റ്റ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഫസ്റ്റ് റോ മെത്തേഡ്. ഇനി സെക്കൻഡ് റോ വളരെ ഈസിയാണ്. സെക്കൻഡ് റോ എങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അടിയിലിരിക്കുന്ന കളർ വരണതിനെ സ്കിപ്പ് ചെയ്യണം. അല്ലാതെ ഇപ്പം ഗ്രീൻ ഇരിക്കണം, യെല്ലോ ഇരിക്കണം. അപ്പോൾ ഗ്രീനിന് നേരെ ഇട്ട് തിരിക്കും വരില്ല. എന്തെന്ന് വെച്ചാൽ അടിയിലിരിക്കുന്ന കളർ ഗ്രീനാണ്. അപ്പോൾ അതിനെ സ്കിപ്പ് ചെയ്യാം. റെഡ് ആൻഡ് വൈറ്റ് ഇരിക്കണം. അപ്പോൾ റെഡിനെ നോക്കി തിരിക്കാം. റെഡിനെ നോക്കി തിരിച്ചാൽ മതി. എന്നുവെച്ചാൽ റെഡ്. ഇപ്പോൾ റെഡിനെ നോക്കി തിരിച്ചപ്പോൾ ഇവിടെ ഒരു ഈ അടിയിലിരിക്കുന്ന കളർ ഏതാണ്? വൈറ്റ്. അപ്പോൾ ഈ വൈറ്റ് വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തിരിക്കണം. അടിയിലിരിക്കുന്ന കളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്തിട്ട് അടിയിലിരിക്കുന്ന കളറിൻ്റെ അതേ സൈഡ് താഴോട്ട് ഇറക്കുക. പക്ഷെ കോയിൻ എപ്പോഴും ഫില്ലായത് മേലെ തന്നെ ഇരിക്കണം. ഇറക്കിയിട്ട് ആ ഹൈഡ് ചെയ്തതിനെ ഒരിക്കൽ ഇങ്ങോട്ട് നീക്കുക. അത് നേരത്തെ ആ പൊസിഷനെ നേരെ ഇരുന്നിടത്ത് കൊണ്ടുവരണം സെൻറ്റർ. അടുത്ത് അതിനെ അങ്ങോട്ട് മേലോട്ട് കയറണം. കയറ്റിയിട്ട് ഇങ്ങനെ കോയിൻ ഇപ്പോൾ കയറി ഈ കോയിന് തെറ്റി അതിനെ തിരിക്കണം. തിരിച്ചപ്പോൾ ഈ കോയിൻ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്യുക, താഴെ ഇറക്കുക, അതിനെ നേരത്തെ ഇരുന്ന പോലെ ആക്കുക, മേലെ കയറ്റുക. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും ഓക്കെ, ഇത് രണ്ടും ഓക്കെ. ഇവിടെ ആക്കുക വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം അടുത്ത് നമ്മൾ ചേർക്കേണ്ടത് ഈ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അടിയിൽ ഗ്രീൻ വരെ. ഇപ്പോൾ ഗ്രീൻ മേലെ വന്നു, എന്നാലും നമ്മളിതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ റെഡ് ഗ്രീൻ ഇതും തൊടാൻ പാടില്ല. ഇപ്പോൾ ഇത് നോക്കിയെടുക്കാം, കാരണം അടിയിലുള്ള കളറല്ല. ഈ കളറും ഇതാ വന്നിരിക്കുന്നു. അപ്പം ഇതിനെ യെല്ലോയുടെ സൈഡിൽ ചേർത്തിടാം. അപ്പോൾ യെല്ലോ ഇങ്ങനെ ചേർക്കുമ്പോൾ അടിയിൽ വരുന്ന കളർ ഏതെന്ന് വെച്ചാൽ ഓറഞ്ച്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചോ. അടി വരുന്ന കളറിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ആ സൈഡിനെ തന്നെ താഴെ ഇറക്കണം. ഓറഞ്ചിൻ്റെ സൈഡ് താഴെ ഇറക്കിയിട്ട് തിരിച്ചത്, അതായത് ഹൈഡ് ചെയ്തതിനെ അൺഹൈഡ് ചെയ്യണം. അടുത്ത് നേരത്തെ ഇരുന്ന പോലെ മേലെ കയറ്റുക. അപ്പോൾ ഇത് മാത്രം കലയും. അപ്പോൾ പയ്യെ ക്യൂബിനെ തിരിക്കണം. അടുത്ത് ഹൈഡ് ചെയ്യണം, ബ്ലൂവിനെ താഴെ ഇറക്കണം, അൺഹൈഡ് ചെയ്യണം, മേലെ കയറ്റണം. സോ ഇപ്പം ഈ സൈഡ് ഓക്കെ ആയി, ഈ സൈഡ് ഓക്കെ ആയി. ഇനി അടുത്ത് നമുക്ക് താഴെ നോക്കാം. റെഡ് ഗ്രീന് എടുക്കണ്ട, ഗ്രീന് വൈറ്റ് എടുക്കണ്ട, വൈറ്റ് ആൻഡ് ഓറഞ്ച്. ഓക്കെ, വൈറ്റ് ആൻഡ് ഓറഞ്ച്. ഇപ്പം ഈ പീസ് വന്നിട്ട് നമുക്ക് ഇവിടെ വരേണ്ട പീസാണ്. അതുകൊണ്ട് നമ്മൾ ഓറഞ്ചിനെ ഇവിടെ വരുത്തണമെങ്കിൽ ഈ അടിയിലിരിക്കുന്ന, നിങ്ങൾക്ക് സിമ്പിളാണ് പറയണമെങ്കിൽ അടിയിലിരിക്കുന്ന കളറിനെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ തിരിച്ചിട്ട് ആ അടിയിരിക്കുന്ന കളറിൻ്റെ സൈഡ് താഴോട്ട് ഇറക്കിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ച് അതിനെ നേരെ ആക്കിയിട്ട് ഇതിനെയും നേരെ ആക്കിയിട്ട് ഇതിനെ സ്ലൈറ്റ് ഇങ്ങോട്ട് തിരിക്കണം.
തിരിക്കുമ്പോൾ അതിന് നേരെ താഴെ ഈ കളർ വരും. നിങ്ങൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാൻ പാടില്ല. തിരിച്ചാൽ ഫുൾ ഇത് മിസ്റ്റേക്കാണ്. എപ്പോഴും നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഇരിക്കേണ്ട രീതിയിൽ തിരിക്കുക. തിരിച്ചിട്ട് ഇതിനെ ഹൈഡ് ചെയ്യുക, താഴെ ഇറക്കുക, ഇതിനെ മറുപടി നേരത്തെ ഇരുന്ന പോലെ മാറ്റുക, മേലെ കയറ്റുക. ഇപ്പോൾ വന്ന് ഇത്രയും നമുക്ക് ക്ലിയറായി കണ്ട. ഇനി ഈ ഒരേ ഒരു കോയിനാണ്. ഈ കോയിനെ തേടുക. അടിയിൽ നോക്കണം ഏത് കോയിനും. അപ്പം നോക്കപ്പം ഇതിൻ്റെ അടിയിൽ റെഡ് ഇരിക്കണോ യെല്ലോ ഇരിക്കണം. ഇവിടെ റെഡ് ഇരിക്കണം. അപ്പോൾ ഈ റെഡ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ റെഡിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കണം. റെഡിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് തിരിച്ചു. നേരത്തെ പോലെ താഴെ ഇറക്കി, ഓപ്പോസിറ്റ് തിരിച്ചതിനെ ശരിയാക്കി, മേലെ കയറ്റി. അടുത്ത് തെറ്റിയ കോയിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈഡ് ചെയ്തു, താഴെ ഇറക്കി, അൺഹൈഡ് ചെയ്തു, മേലെ കയറ്റി. 2 റോ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരും. ഓക്കെ, 2 റോ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് റോയ്ക്ക് വന്നിട്ട് നമുക്ക് ഒരു 2 ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. 3 ഫോർമുല വരും. ഓക്കെ, 3 ഫോർമുല എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ സെൻറ്റർ പീസിനെ കറക്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സെൻറ്റർ പീസ് കറക്റ്റ് ആവണമെന്ന് നോക്കുക. ഓക്കെ, ഈ സെൻറ്റർ പീസ് കറക്റ്റായി. പക്ഷേ ഈ സെൻറ്റർ പീസും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. അപ്പോൾ അടിയിൽ നമുക്ക് ജെ ഫോം വരണം. ഇതാണ് ജെ ഫോം, ഇതല്ല ജെ ഫോം. ഇങ്ങനെ വയ്ക്കണം. നമ്മൾ ജെ എപ്പോഴും ഇങ്ങനെ ഇടും. അപ്പോൾ ഇത് ജെ ഫോം. അതേസമയം ഇങ്ങനെ വെച്ച് ഇത് ജെ ഫോം അല്ല. അപ്പോൾ ജെ ഫോം വന്നാൽ, അഥവാ നിങ്ങൾക്ക് ജെ ഫോം വന്നു ഇതിൽ ജെ ഫോം വന്നു, അഥവാ നിങ്ങൾക്ക് ജെ ഫോം വന്നില്ലെങ്കിൽ ഒരിക്കൽ നിങ്ങൾ ജെ ഇടണം. ജെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സൈഡ് ഇടാവും ജെ ഫോം. ഫസ്റ്റ് മേലെ നിന്ന് താഴെ ഇറക്കണം. അടുത്ത് അവിടെ നിന്ന് ഈ സൈഡ് പോകണം. ഒരിക്കലും ഈ സൈഡ് പോകരുത്. അവിടെ നിന്ന് ഈ സൈഡ് പോകണം. പോയിട്ട് ഈ ലാസ്റ്റ് ഇരിക്കണില്ലേ ആ ലാസ്റ്റ് ക്യൂബ് റോയിനെ താഴോട്ടാക്കണം. ആക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ റിവേഴ്സ് എടുക്കണം. എടുത്തിട്ട് ഈ ലാസ്റ്റ് ഇതിനെ തിരിച്ച് മേലെ ആക്കിയിട്ട് ഇതിനെ ഉയരോട്ടാക്കുക. ഇങ്ങനെ ആക്കുമ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ജെ കിട്ടും. അതേപോലെ ഈ ജെ ഫോമുലയോടൊപ്പം രണ്ടാമത് നിങ്ങൾക്ക് പ്ലസ് സിമ്പലും കിട്ടും. പ്ലസ് ഇവിടെ 2 ഇരിക്കണമെന്ന് ഇത് പ്ലസ് അല്ല, നമുക്ക് മെയിനാണ് നോക്കേണ്ടത് ഈ പ്ലസ് ആണ്. ഓക്കെ, ഇപ്പോൾ പ്ലസ്സും കിട്ടി, ജെയും കിട്ടി. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ കോയിൻ നോക്കണം, ഏതെങ്കിലും മാറിയിരിക്കണം. ഇത് ഓക്കെ ആണ്, ഇത് തെറ്റിയിരിക്കുകയാണ്, ഇതും തെറ്റിയിരിക്കുകയാണ്, ഇതും തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ 3 തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ 3 നമുക്ക് ഇപ്പോൾ കറക്റ്റാക്കണം. അതിന് നമ്മൾ അടുത്തിടാൻ പോണ ഫോർമുലയാണ് 1 സൈഡ് കോർണർ ഫോർമുല. 1 സൈഡ് കോർണർ ഫോർമുല എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം ശരിയായിട്ടിരിക്കുന്നത് ഏതാണ് നമ്മൾ നോക്കാം. ഇത് പോയി ശരി. അപ്പോൾ ഇതിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് 1 സൈഡ് കോർണർ ഫോർമുല ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. 1 അതിന് ഫസ്റ്റ് 1 ഒരിക്കൽ താഴോട്ടാക്കിയിട്ട് 1 2 പ്രാവശ്യം ലാസ്റ്റ് റോയെ റൊട്ടേറ്റ് ചെയ്തു. അടുത്ത് താഴോട്ടാക്കിയതിനെ മേലെ കയറ്റിയിട്ട് താഴത്തെ റോയിനെ ഒരിക്കൽ കൂടെ റൊട്ടേറ്റ് ചെയ്തു. അടുത്ത് മേലെ ആക്കിയതിനെ താഴെ ആക്കിയിട്ട് താഴത്തെ റോയിനെ ഒരിക്കൽ കൂടെ റൊട്ടേറ്റ് ചെയ്തു. അടുത്ത് നേരത്തെ ഇരുന്ന പോലെ ആക്കി. ഓക്കെ, ഇപ്പം നോക്കണം, ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ഒന്ന് ഈ താഴത്തെ റോയിനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായി, ഇത് തെറ്റി, ഇത് കറക്റ്റായി, ഇത് തെറ്റി. അപ്പം അടുത്ത് കറക്റ്റായതിനെ ഈ സൈഡ് വെച്ചിട്ട് തെറ്റിയതിന് അടുത്ത് 1 സൈഡ് കോർണർ ഫോർമുല ഇടണം. താഴെ ഇറക്കി 1 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു, മേലെ കയറ്റി, ഒരിക്കൽ റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും താഴെ ഇറക്കി, അടുത്തൊരിക്കൽ റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും മേലെ കയറ്റി. അടുത്ത് ഇതിനെ തിരിക്കണം. കാരണം ഇങ്ങനെ വെച്ച് നോക്കാം. ഇത് ഓക്കെയാണ്, ഇത് തെറ്റി, ഇത് തെറ്റി, ഇതും നമുക്ക് തെറ്റി. അപ്പോൾ ഓക്കെ ആയതിനെ അവിടെ വച്ചിട്ട് ഈ തെറ്റിയതിനെ അടുത്ത് 1 സൈഡ് ഫോർമുല താഴെ ഇറക്കി 1 2 മേലെ കയറ്റി 3 4 5 6 മേലെ കയറ്റി. ഇപ്പം ഏതാണ് കറക്റ്റായിരിക്കണമെന്ന് ഒന്ന് തിരിച്ചു.
ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്, ഇത് രണ്ടും തെറ്റ്. ഈ കോയിൻ ഇവിടെ വരണം, ഇത് ഇവിടെ വരണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അടുത്ത് ഒരിക്കൽ കൂടെ, ചിലവർക്ക് വന്നിട്ട് ഒരിക്കൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വരും. ചില സിറ്റുവേഷനിൽ മാത്രം തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. അടുത്ത് താഴെ ഇതിനെ റോയിനെ തിരിച്ചിട്ട് 1 2 3 അപ്പ് ചെയ്തു, 3ാമത്തെ പ്രാവശ്യം തിരിച്ചു, 4 5 6. അടുത്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ടി ഫോം കിട്ടിയിരിക്കും. ഇതാണ് ടി ഫോം, ടി ഫോം, ടി ഫോം, ടി ഫോം. ഓക്കെ, ഇപ്പോൾ വന്ന് ടി ഫോം വരെ എത്തി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് പ്ലസ്. എപ്പോഴും സ്റ്റാർട്ടിങ് എൻഡിങ് ഒരേപോലെ തന്നെ ഇരിക്കും, പ്ലസ് സിമ്പലാണ്. അപ്പോൾ പ്ലസ് സിമ്പൽ വന്നാൽ അടുത്ത് കോർണർ നോക്കണം. ഈ കോർണറിൽ ഏത് കറക്റ്റായ കോർണറോ തെറ്റിയ കോർണറോ ഒന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ വന്നിട്ട് ഇത് തെറ്റിയ കോർണറാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കളർ ഇവിടെ ഇല്ല, ഇവിടെയും ഇല്ല. അപ്പോൾ ഇത് തെറ്റിയ കോയിനാണ്. ഇതും തെറ്റിയ കോയിനാണ്. ഈ 3 കളറും വന്നിട്ടില്ല. ഇതും തെറ്റിയ കോയിൻ. സോ ഇത് മാത്രം കറക്റ്റായിട്ടുള്ള കോയിൻ. കാരണം യെല്ലോ ഇവിടെ ഉണ്ട്, ഗ്രീൻ ഇവിടെ ഉണ്ട്, റെഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് നമ്മളിവിടെ എൽ ഫോർമുല യൂസ് ചെയ്യാൻ പോകണം. തെറ്റിയ കോയിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എൽ ഫോർമുല. എൽ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ല് നമ്മളിങ്ങനെ ഇടണം. 1, ഇത് 2. അതേപോലെ ആപ്പോസിറ്റ് സൈഡ് എല്ലിടണം. ഈ ആപ്പോസിറ്റ് സൈഡ് 1 2. അപ്പോൾ ആപ്പോസിറ്റ് സൈഡ് നമ്മൾ എൽ ഫോർമുല ഇടുമ്പം നേരത്തെ ഉള്ളത് കറക്റ്റാവും. അപ്പോൾ കറക്റ്റായതിനെ മേലെ കയറ്റുക. 3. ഇപ്പം നേരത്തെ ഇവിടെ ഇരുന്നതിനെ ഹൈഡ് ചെയ്തല്ലോ, അതിനെ തിരിക്കണം. തിരിക്കുമ്പം ഇത് വന്നു. അടുത്ത് മേലെ കയറ്റുക. എൽ ഫോർമുല ഇട്ടു. എൽ ഫോർമുല ഇട്ടിട്ട് ഇങ്ങനെ ആയിരിക്കും കോയിന്. നമ്മൾ ഇതിനെ സെൻറ്റർ കൊണ്ടുവരണം. എല്ലാം ഒരേ കളർ പോലെ. സെൻറ്റർ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ കോയിൻ നോക്കാം. ഇത് ഇവിടെ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്. ഇത് കറക്റ്റ്. ഓറഞ്ച് ഇവിടെ ഉണ്ട്, ഗ്രീൻ ഇവിടെ ഉണ്ട്, വൈറ്റ് ഇവിടെ ഉണ്ട്, കറക്റ്റ്. റെഡ് ഇവിടെ ഉണ്ട്, വൈറ്റ് ഇവിടെ ഉണ്ട്, ഗ്രീൻ ഇവിടെ ഉണ്ട്, കറക്റ്റ്. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ, എല്ലാം കറക്റ്റ് കോയിൻ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്ത് വയ്ക്കുക. ഇവിടെ ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് അടുത്ത ഫോർമുല അപ്ലൈ ചെയ്യുക. അതായത് ഫൈനൽ ഫോർമുല. നിങ്ങളെ കോയിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട. ഈ ഫൈനൽ ഫോർമുല ഇട്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് ക്യൂബ് റെഡിയാണ്. ആ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ 1, അത് ഡബിൾ സൈഡ് കോർണർ ഫോർമുല എന്ന് പറയും. 1 1 2 3 മേലോട്ട് 4 5 6 7. ഇങ്ങനെ വെച്ചിട്ട് അടുത്ത് ഈ സൈഡ് ഇടണം. അതേ കോർണർ 1 2 3 4 5 6 7 8. ഇപ്പോൾ നോക്കണം, നമുക്ക് ഈ ഒരു സൈഡും കിട്ടി. അപ്പോൾ ഇതിനെ ഇവിടെ വെച്ചിട്ട് അടുത്ത് ഈ സൈഡിലേക്ക് ഇടാം. അതായത് ശരിയായ സൈഡ് നമ്മൾ ലെഫ്റ്റ് സൈഡ് വയ്ക്കണം ഫസ്റ്റ്. വെച്ചിട്ട് അടുത്ത ഡബിൾ സൈഡ് കോർണർ ഇടണം. 1 2 3 4 5 6 7 8. അത് അറ്റ് എ സെയിം ടൈം ലെഫ്റ്റ് സൈഡും 1 2 3 4 5 6 7 8. ഇപ്പോൾ വന്ന് ഇത്രയും ഫില്ലായി. ഈ 2 കോർണറും ഓക്കെ ആയി. ഇനി ഇത് മാത്രം തന്നെ അതിന് അതേ സെയിം പ്ലേസിൽ വയ്ക്കുക. കാരണം ഇവിടെ ഫില്ലായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് വെച്ചു. അതേസമയം നിങ്ങൾക്ക് ഇതിനെ ലെഫ്റ്റ് സൈഡ് വയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് വയ്ക്കുക. വെച്ചിട്ട് ഇതിനെ ഇടാം ഫോർമുല. ബട്ട് നമ്മളൊരു ആർഡർ പടി ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് അടുത്ത് ഇതിനെ അപ്ലൈ ചെയ്യണം. 1 2 3 4 5 6 7 8. സെയിം പ്ലേസ് 1 2 3 4 5 6 7 8. ഓക്കെ, ഇപ്പോൾ നോക്കണം, ഈ 2 കോയിൻ മാത്രം വ്യത്യാസമല്ല ഇവിടെ തന്നെ വരേണ്ടത്.
റൊട്ടേറ്റ് ചെയ്ത് വിടണം. അപ്പോൾ ഒരിക്കൽ കൂടെ ഇടാം. 1 2 3 4 5 6 7 8. അടുത്ത ഈ സൈഡ് 1 2 3 4 5 6 7 8. ഇപ്പോൾ നമുക്കൊരു ക്യൂബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ സിമ്പിളാണ്. നിങ്ങൾക്ക് മൊത്തം പഠിക്കേണ്ടത് ഫസ്റ്റ് റോ കറക്റ്റ് ചെയ്യാനും സെക്കൻഡ് റോ കറക്റ്റ് ചെയ്യാനും ഹൈഡ് ആൻഡ് സീക്ക് ഫോർമുലയാണ്. ഇപ്പോൾ ഫസ്റ്റ് റോ കറക്റ്റ് ചെയ്യാൻ ഫുൾ ആൻഡ് ഫുൾ ഹൈഡ് ആൻഡ് സീക്കാണ്. അതിനു മുമ്പേ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് നോക്കുമ്പോൾ ഈ പ്ലസ് സിമ്പൽ കറക്റ്റാണ് വരണം. ഇവിടെയും 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 എല്ലാം പ്ലസ് കറക്റ്റാണ് വരണം. അത് കഴിഞ്ഞിട്ട് കാണർ നോക്കുക. കാണർ സെലക്ട് ചെയ്ത് ഫസ്റ്റ് റോ ഫുള്ളാണ് കംപ്ലീറ്റ് ചെയ്യുക. ആ ഫസ്റ്റ് റോ ഫുള്ളാണ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് തേർഡ് റോ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും ഫോർമുല തന്നെ യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ആരെങ്കിലും നിങ്ങൾ ക്യൂബ് ക്ലിയർ ചെയ്യാൻ അറിഞ്ഞൂടാ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനാണ്. ഇതേപോലെ നിറയെ വീഡിയോസ് ഞാൻ ഇനി ഈ പേജ് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഓക്കെ.